നിയ്യത്ത് ഉസല്ലി സുന്നത ഈദൽ ഫിത്രി റകഅതൈനി മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല എന്ന് അറബിയിൽ കിട്ടുന്നവർ അറബിയിൽ വെക്കുക. ഇല്ല എങ്കിൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമിന്റെ കൂടെ അദാ ആയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നു. അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നു. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ ഉടനെ മയ്യിത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും അത് സുന്നത്താകട്ടെ ഫർളാകട്ടെ നമ്മൾ ഓതേണ്ട ഒരു പ്രാർത്ഥനയാണ് ദുആഉൽ ഇഫ്തിതാഹ്. വജ്ജഹ്തു, ആ വജ്ജഹ്തു ഓതുക. വജ്ജഹ്തു ഓതിയതിനു ശേഷം 7 തക്ബീർ, വജ്ജഹ്തു ഓതിയതിനു ശേഷം 7 തക്ബീർ, അല്ലാഹു അക്ബർ, അങ്ങനെ 7 തക്ബീർ ചൊല്ലും. ആ ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ദിക്ർ ചൊല്ലുക. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. മയ്യിത്ത് നിസ്കാരങ്ങളിൽ 4 തക്ബീറാണ്. ഈ 4 തക്ബീർ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഇമാം പറഞ്ഞാൽ മഅ്മൂമീങ്ങളും അല്ലാഹു അക്ബർ പറയണം. ആ അല്ലാഹു അക്ബർ പറയേണ്ടത് സിർറൻ വിലക്കാണ്, അഥവാ മെല്ലെയാണ് മഅ്മൂമീങ്ങൾ പറയേണ്ടത്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന 7 തക്ബീർ അത് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മഅ്മൂമീങ്ങളും ഉറക്കെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. അതിയുടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. ഫാത്തിഹ ഓതിയതിനു ശേഷം മഅ്മൂമീങ്ങൾ ഓതുക. സൂറത്ത് മഅ്മൂമീങ്ങൾ ഓതേണ്ടതില്ല, കേട്ടാൽ മതി. സാധാരണ പോലെ ഒരു റക്അത്ത് പൂർത്തിയായി വീണ്ടും എഴുന്നേൽക്കുന്നു. സുജൂദ് കഴിഞ്ഞ് ഒന്നാമത്തെ റക്അത്തിലെ 2 സുജൂദ് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഖിയാമിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ തക്ബീർ പിന്നീടുള്ള 5 തക്ബീറിൽ പെടില്ല. ഇത് ഖിയാമിൽ നിന്ന് ഉയർന്ന തക്ബീറാണ്. അതിനുശേഷം 5 തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് 5 തക്ബീർ. ഈ 5 തക്ബീറും ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ 7 തക്ബീർ കിട്ടിയപ്പോൾ ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുപോലെ 7 തക്ബീർ ഉറക്കെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ റക്അത്തിലെ 5 തക്ബീറും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറയേണ്ടതാണ്. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്നു. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. അതിനുശേഷം മുഅ്മിനീങ്ങൾ ഓതുന്നു. ശേഷം സൂറത്ത് ഓതുന്നു. പിന്നെ സാധാരണ പോലെ നമ്മൾ 2 റക്അത്ത് പൂർത്തിയാകുന്നു. അങ്ങനെ 2 റക്അത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ജുമുഅയെ സംബന്ധിച്ചിടത്തോളം സാധാരണ വെള്ളിയാഴ്ചയിലുള്ള ജുമുഅ നിസ്കാരം ആദ്യം ഖുത്ബയാണ്, പിന്നെയാണ് നിസ്കാരം. പെരുന്നാൾ നിസ്കാരം നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം നിസ്കാരം, പിന്നെ ഖുത്ബയാണ്. ആ ഖുത്ബ ശ്രദ്ധിച്ച് കേട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ നമ്മുടെ മലയത്തിൽ ജുമാ മസ്ജിദിലേക്ക് വന്ന് അവിടെ നമ്മൾ ഒന്നിച്ച് അവിടെ മറവിട്ട് കിടക്കുന്ന നമ്മുടെ ബന്ധങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ അങ്ങോട്ട് വാഹനങ്ങളിലും അല്ലാതെയുമായി എത്തിയ നമുക്ക് യാസീനോടെ അവിടെ വെച്ച് ദുആ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ഒരു സംരംഭം കൂടെ ഉണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും എല്ലാ സുഹൃത്തുക്കളും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സോഫായിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അടുത്തോട്ട് വരണം. ഇനി ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ അത് അറിയിക്കണം. അതുവരെ ഇൻഷാ അല്ലാഹ് തക്ബീർ ഇങ്ങനെ ചൊല്ലുന്നു.